തിരിതൂകി കളിയാടി വാവ കണ്ണ ഗുരുവായൂരമ്പാടി കണ്ണാവാവ. തിരിതൂകി കളിയാടി വാവ കണ്ണ ഗുരുവായൂരമ്പാടി കണ്ണാവാവ. പൊന്നോട് കുഴലൂതി വാവ കണ്ണ വർണ്ണമയിൽ പീലി ചൂടി വാവ കണ്ണ. കൈ നിറയെ വെണ്ണതരാം വാവ കണ്ണ നറുനെയ്യും പാലും തരാം വാവ കണ്ണ. ചിരിതൂകി കളിയാടി വാവ കണ്ണ ഗുരുവായൂരമ്പാടി കണ്ണാവാവ. ചിരിതൂകി കളിയാടി വാവ കണ്ണ ഗുരുവായൂരമ്പാടി കണ്ണാവാവ. ഓടാതെ ഒളിക്കാതെ വാവ കണ്ണ മുഴുതിങ്കൾ കല പോലെ വാവ കണ്ണ. ഓടാതെ ഒളിക്കാതെ വാവ കണ്ണ മുഴുതിങ്കൾ കല പോലെ വാവ കണ്ണ. അഴകോടെ നടനമാടി വാവ കണ്ണ നീ ആരോ മലുണ്ണിയായി വാവ കണ്ണ. അഴകോടെ നടനമാടി വാവ കണ്ണ നീ ആരോ മലുണ്ണിയായി വാവ കണ്ണ. ചിരിതൂകി കളിയാടി വാവ കണ്ണ ഗുരുവായൂരമ്പാടി കണ്ണാവാവ. മുട്ടുകുത്തി കൊഞ്ചി കൊഞ്ചി വാവ കണ്ണ നീ പിച്ച വെച്ചു കുഴഞ്ഞാടി വാവ കണ്ണ. മുട്ടുകുത്തി കൊഞ്ചി കൊഞ്ചി വാവ കണ്ണ നീ പിച്ച വെച്ചു കുഴഞ്ഞാടി വാവ കണ്ണ. ചിരിതൂകി കളിയാടി വാവ കണ്ണ ഗുരുവായൂരമ്പാടി കണ്ണാവാവ. ചിരിതൂകി കളിയാടി വാവ കണ്ണ ഗുരുവായൂരമ്പാടി കണ്ണാവാവ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം. അതിനെ കേട്ട് സന്തുഷ്ടനായ രാജാവ് ഭഗവാന്റെ പ്രസിദ്ധങ്ങളായ അവതാരങ്ങൾ എത്രയാണെന്നും അവ ഏതെല്ലാമാണെന്നും ഏതേതു കാലദേശങ്ങളിൽ എന്ത് ഉദ്ദേശത്തിൽ ചെയ്യപ്പെട്ടവയാണെന്നുമാണ് പിന്നീട് ചോദിച്ചത്. ദ്രുമിളൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയാൻ തുടങ്ങി. ഭൂമിയിലെ മൺതരികൾ സംഖ്യാതീതങ്ങളാണ്, ആർക്കും എണ്ണി കണക്കാക്കാവുന്നവയുമല്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളും അങ്ങനെ തന്നെ, ആർക്കും എണ്ണി കണക്കാൻ സാധ്യമല്ല. എന്നാൽ ഭൂമിയിലെ മൺതരികളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഒരുപക്ഷെ എണ്ണി കണക്കാക്കാൻ കഴിഞ്ഞാൽ കൂടി ഭഗവാന്റെ അവതാരങ്ങൾ ആർക്കും കണക്കാക്കാവുന്നവയല്ല. സുപ്രസിദ്ധങ്ങളായ ഏതാനും ചിലവ പറയാമെന്ന് പറഞ്ഞ് അവിടത്തെ പ്രസിദ്ധങ്ങളായ കുറെ അവതാരങ്ങളെ കീർത്തിച്ച് പറഞ്ഞുകൊടുത്തു. അതിനെ കേട്ടുകഴിഞ്ഞപ്പോൾ തൻ്റെ ഏറ്റവും രസകരമായ 8ാമത്തെ ചോദ്യം ചോദിച്ചു നിമി ചക്രവർത്തി. സർവജീവരാശികൾക്കും പരമാശ്രയവും പരമപുരുഷനുമായ ഭഗവാൻ ശ്രീനാരായണനെ പരമാർത്ഥമായി വിശ്വസിക്കുകയോ സേവിക്കുകയോ ചെയ്യാതെ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വളർത്താതെ, വൈദിക കർമ്മങ്ങളുടെ പേരും പറഞ്ഞ് ഗൃഹകുടുംബാദികളിലും കാമിനി കാഞ്ചനങ്ങളിലും ഒട്ടിപ്പറ്റിക്കൂടി രാഗദേശങ്ങളും മതമത്സരങ്ങളും വളർത്തി കഴിഞ്ഞുകൂടുന്ന ഗൃഹസ്ഥന്മാരുടെ ഗതി എന്താണ്? അവർക്കെന്ത് ശ്രേയസ്സാണ് ഉണ്ടാവുക എന്നതാണ് അടുത്ത ചോദ്യം. ശമസൻ എന്ന യോഗീശ്വരൻ അതിന് മറുപടി പറയുന്നു. ഈശ്വരനിൽ വിശ്വാസമോ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളോ ഇല്ലെങ്കിൽ പിന്നെ സംസാരധർമ്മം മാത്രമേ ഒരാളിലുണ്ടാവൂ. പേരെന്തു പറഞ്ഞാലും ആകൃതി എന്തായാലും ഈശ്വരനോട് ചേരാതിരിക്കും കാലത്തോളം ആ വസ്തു സംസാര ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ. വൈദിക കർമ്മമെന്നോ ഗൃഹസ്ഥധർമ്മമെന്നോ ഒക്കെ പറഞ്ഞാലും ഈശ്വരത്വം ഇല്ലാതിരിക്കും കാലത്തോളം അതൊക്കെ സംസാരധർമ്മമേ ആവുന്നുള്ളൂ. സംസാരത്തെ വിടാൻ മടിയുള്ള രാഗികളായ പ്രാകൃതന്മാരാണ് അങ്ങനെ ജീവിക്കുന്നത്.
അവർ അവരുടെ ജീവിതവും പ്രവൃത്തിയും ശരിയാണെന്നും അതേ ശരിയുള്ളൂ എന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി വേദവിധികളെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കും. അവസാനമില്ലാത്ത കൂടധർമ്മങ്ങളുടെയും ദുരിതങ്ങളുടെയും വിളനിലമായ ഗൃഹം, ഗ്രാഹസ്ഥ്യം മറ്റെല്ലാ ആശ്രമങ്ങളെക്കാളും ശ്രേഷ്ഠമാണെന്നും ഗൃഹസ്ഥനെ മുക്തിയുള്ളൂ എന്നുമൊക്കെ അവർ പറയും. തൻ്റെ ഇഷ്ടത്തിനും പ്രവൃത്തിക്കും അനുസരിച്ച് വേദത്തിനർത്ഥം കൽപ്പിക്കും. ഗാർഹസ്ഥ്യം വേദവിധിയാണ്. അതിനെ നിഷേധിക്കുന്നത് പാപമാണ്. ധനം സമ്പാദിക്കാൻ വേദം വിധിച്ചിട്ടുണ്ട്. അർത്ഥം പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണ്. അതിനാൽ അതിനെ ഉപേക്ഷിക്കരുത്. കഷ്ടപ്പെട്ടും പണം സമ്പാദിക്കണം എന്നൊക്കെ അവർ പറയും. അതിൻ്റെയൊക്കെ അർത്ഥം അവർക്ക് കാമിനി കാഞ്ചനകളെ വിടാൻ വയ്യെന്നു മാത്രമാണ്. ലോകത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ സ്ത്രീസംഗം, മദ്യപാനം, മാംസഭക്ഷണം ഇവ മൂന്നും അരുതെന്ന് പറഞ്ഞാലും അകലാൻ പോകുന്നില്ല. അരുതെന്ന് കർക്കശമായി നിർബന്ധിച്ചാൽ അറിയാതെ ചെയ്യാൻ തുടങ്ങുമെന്ന് മാത്രം. അവ മൂന്ന് ഏറ്റവും അധികം അധപ്പതിപ്പിക്കുന്നത്. അതിനാൽ അവ അവശ്യം തടയേണ്ടിയുമിരിക്കുന്നു. ഈ നിലയ്ക്ക് പ്രസ്തുത 3 ധർമ്മങ്ങൾക്കും വേദം ഒരടക്കം വെച്ചതാണ്. വിവാഹം, യജ്ഞം, സുരാഗ്രഹം എന്നീ 3 ധർമ്മങ്ങളിൽ കൂടെ. അപ്പോൾ വിവാഹാദികൾ വിധിയല്ല, അപവാദമാണ്. അതായത് ഒഴികഴിവാണെന്നർത്ഥം. ഒരാൾക്ക് ദ്വന്ദ്വധർമ്മം കൂടിയേ കഴിയുമെന്നുണ്ടെങ്കിൽ വിവാഹത്തിൽ കൂടെ ചെയ്യട്ടെ. മാംസം ഭക്ഷിക്കാതെ വയ്യെന്നായാൽ യാഗം നടത്തട്ടെ. അങ്ങനെ തന്നെ മദ്യപാനം കൂടാതെ കഴിയില്ലെന്നായാൽ സുരാഗ്രഹവും നടത്തട്ടെ എന്ന വേദത്തിൻ്റെ അഭിപ്രായത്തെ വിധിയായി വ്യാഖ്യാനിക്കുന്നു. അവയെ ആചരിച്ചില്ലെങ്കിൽ പാപമുണ്ടെന്ന് പോലും പറയുന്നു പ്രാകൃതന്മാർ. ഇതിൽ പരം അബദ്ധം മറ്റെന്താണുള്ളത്? അങ്ങനെ തന്നെ ധർമാചരണത്തിന് വേണ്ടി ചിലപ്പോൾ ധനത്തിൻ്റെയും ആവശ്യമുണ്ടായേക്കാം. പക്ഷേ ധർമ്മം നിറവേറ്റാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളമേ ആവശ്യമുള്ളതാനും. ധാർമ്മിക ജീവിതം കൊണ്ടേ ചിത്തശുദ്ധിയും ജ്ഞാനപ്രാപ്തിയുമൊക്കെ ഉണ്ടാവും. അതിനാൽ ധനം ആവശ്യം തന്നെ. പക്ഷേ ധനസമ്പാദനം ഒരാളുടെ ലക്ഷ്യമല്ല. ലക്ഷ്യം ജ്ഞാനപ്രാപ്തിയാണ്. അതിന് എത്രത്തോളം ധനത്തിൻ്റെ അപേക്ഷയുണ്ടോ അത്രത്തോളമേ ആവശ്യമുള്ളതാനും. ഇതാണ് വേദത്തിൻ്റെ അഭിപ്രായം. ഇതിനെ മറിച്ച് ധനം പുരുഷാർത്ഥങ്ങളിൽ ഒന്നാണെന്നും അതിനെ വേദം വിധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ആയുഷ്കാലം മുഴുവൻ ധനസമ്പാദനത്തിന് വേണ്ടി തന്നെ ഒരാൾ ചെലവഴിക്കുന്നു എന്ന് വന്നാൽ അതിൽ പരം കഷ്ടം മറ്റെന്താണുള്ളത്? ഇങ്ങനെ പരമാർത്ഥത്തെ അറിയാതെയും അറിയാൻ ശ്രമിക്കാതെയും വൈദിക ധർമ്മമെന്ന പേരും പറഞ്ഞ് വെറും പ്രാകൃതന്മാരായി ഗൃഹകുടുംബാദികളിലും ധനധാന്യാദികളിലും അത്യാസക്തന്മാരായി രാഗദേശങ്ങളെയും മതമത്സരങ്ങളെയും വളർത്തി ജീവിക്കുന്ന മൂഢന്മാർ ആയുസ്സിനെ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. അവർക്കെപ്പോഴും ദുഃഖം തന്നെ ഫലം എന്നിങ്ങനെ ചമസയോഗി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു ഒരു ചോദ്യം കൂടി. കാലത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ഈശ്വരോപാസനയ്ക്കോ ആദ്യധർമ്മത്തിനോ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വരൂപം എന്താണ്? കരഭാജൻ എന്ന മഹാത്മാവാണ് അതിന് ഉത്തരം പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.